എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് ചോദിക്കുന്ന കാര്യമാണ്, ബ്രോ എയിൽ ഞാൻ എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം, എന്ത് സ്കില്ല് പഠിക്കണം, ഇത് പഠിക്കണോ അത് പഠിക്കണോ? സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല എയിൽ. നിങ്ങളൊരു ബിടെക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഗ്രി ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പോയി പഠിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സസ്, അതിൻ്റെ ജോലി സാധ്യതകൾ, അതിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും എ യൂസ് ചെയ്തുകൊണ്ട്, അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം. ആ കാര്യങ്ങൾ വേണ്ടിയിട്ടാണ് എയിനെ യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടൊരു എ ടൂൾ, ആ ടൂള് നിങ്ങൾ ഒരു വലിയ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ക്ലൗഡ് യൂസ് ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ആ ഒരു ഓഫീസ് സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ക്യാൻ സേവ് യുവർ ടൈം, ദാറ്റ് ഈസ് ആപ്ലിക്കബിലിറ്റി ഓഫ് എ. അല്ലെങ്കിൽ ഒരു എക്സലിൽ നിങ്ങളിരുന്ന് ടൈപ്പ് ചെയ്ത് അതിനെ സോർട്ട് ചെയ്ത് ഒരു ഡേറ്റ ആക്കി മാറ്റുന്നതിനേക്കാളും ചാറ്റ് GTP-യിൽ കൊടുത്ത് അത് എങ്ങനെ നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൺസ്ട്രക്ഷൻ ടൂളിൽ നിങ്ങളൊരു സിവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ ഒരു പ്രൊജക്ട് മോഡൽ ചെയ്ത് ഒരു 3D പ്രിൻറ്റിങ് ചെയ്ത് ഇറക്കാനായിട്ട് എളുപ്പത്തിൽ പറ്റുന്ന ഒരു ടൂൾ. സോ ഇതൊക്കെയാണ് ലൈക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി കിട്ടുമ്പോഴത്തേക്കും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ എങ്ങനെ ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് AI എന്ന് പറയുന്നത്. അത് തന്നെയാണ് AI. അല്ലാതെ AI ഒരു ഭയങ്കര ആകാശത്തിരിക്കുന്ന ഒരു സംഭവമല്ല. സോ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇടുക, അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് ഇടുക. ജസ്റ്റ് പ്ലേ വിത്ത് ദാറ്റ്. ക്ലൗഡ് എന്താണെന്ന് നോക്കുക, ചാറ്റ് GPT എന്താണെന്ന് നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള എയുടെ ആപ്ലിക്കബിലിറ്റി എന്താണെന്ന് നോക്കുക. യു സ്റ്റാർട്ട് വിത്ത് എ ബുക്ക്, യു സ്റ്റാർട്ട് ലൈക്ക് ദിസ് എ ബുക്ക്, റൈറ്റ് ഇറ്റ് ഡൗൺ, എനിത്തിങ് യു റൈറ്റ് ഇറ്റ് ഡൗൺ. സോ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എനിക്ക് ആ ടൂള് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് യൂസ്ഫുൾ ആവും എന്നുള്ളത്. സോ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്ത് പഠിക്കാൻ നോക്കുക. അല്ലാതെ വാരി വലിച്ച് ഡേറ്റ അനലിറ്റിക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സെക്യൂരിറ്റി, സെമി കണ്ടക്ടർ, ഇതൊന്നുമല്ല. നിങ്ങളുടെ മേഖല ഏതാണോ അതിന് വേണ്ടിയിട്ടുള്ള AI ടൂൾസിനെ കണ്ടെത്തുക, അതിനെപ്പറ്റി പഠിക്കുക, അതിനുവേണ്ടി ചാറ്റ് GPT, ജെമിനിയൊക്കെ യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ബിടെക് ബ്രോ ഇതേ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ, AI ടൂൾസ് എന്ന് പറഞ്ഞിട്ട്. ഐ വിൽ ബി ഡൂയിങ് എ ഡീറ്റെയിൽ വീഡിയോ. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ അടുത്ത വീഡിയോ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ വേറെ ടോപ്പിക്. ബൈ.